നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ആവേശം നൽകുന്ന രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് കെ സുധാകരൻ തന്നെയാണ്. ഈ രാജ്യം മുഴുവൻ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോയാലും സുധാകരൻ അത്ര പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിക്കുമെന്ന് ആരും കരുതുന്നില്ല. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഒരു വികാരമുണ്ട്. ഓരോ വികാരങ്ങളും ഓരോ തരത്തിലാണ് മനുഷ്യർ പ്രകടിപ്പിക്കുന്നത്. അതിൽ സുധാകരൻ ഇപ്പോൾ പ്രകടിപ്പിച്ച വികാരം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അല്ലാതെ അദ്ദേഹം പാർട്ടിയെ ഒരു നുള്ളുപോലും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ആർക്കാണ് ഇത്ര സുധാകരൻ്റെ ചോര കുടിക്കാനുള്ളൊരു വ്യഗ്രത എന്ന് മനസ്സിലാകുന്നില്ല. ആ പറയുമ്പോഴും കെ സുധാകരൻ ആ പാർട്ടി നൽകിയ ഈ രാജ്യത്തിൻ്റെ ലോകസഭാ MP എന്ന വലിയ പദവിയിലിരുന്നു കൊണ്ട് തന്നെയാണ് ആ വികാരമെല്ലാം പ്രകടിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് നല്ല ബോധ്യവുമുണ്ട്. അത് അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ആർക്കാണ് ഇതിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ചില വിവരമില്ലാത്തവരും അവരുടെ വാലും പിടിച്ച് ചില മാധ്യമങ്ങളുമാണ് ഇതിന് പിന്നിൽ. അവരുടെ ലക്ഷ്യം ഒന്നുകിൽ സുധാകരനോടുള്ള സ്നേഹം കൊണ്ടാകാം, അല്ലെങ്കിൽ സുധാകരനോടുള്ള വൈരാഗ്യം കൊണ്ടാകാം ആ സമീപനം അവർ സ്വീകരിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സുധാകരൻ്റെ ഇന്നത്തെ വാചകം വളരെ ശ്രദ്ധയോടെ കേട്ടുനോക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ എല്ലാവരും തന്നെ കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം ഫേസ്ബുക്കിലാണ് ആ വാക്കുകൾ കുറിച്ചത്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വൈകാരികമായ വരികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും മരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരന്മാരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസ്സുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്ന് ഞാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി തന്നെ നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ചു ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാനറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കിതൊന്നും മരണത്തിലും മറക്കാനാകാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതാണ് കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ. ഇതിലെവിടെയാണ് സുധാകരൻ പാർട്ടിയെ പറ്റി എതിരഭിപ്രായം പറഞ്ഞത്? സുധാകരൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് എവിടെയാണിതിൽ? എവിടെയാണ് പാർട്ടിയെ ധിക്കരിച്ചിരിക്കുന്നത്? ധീരരായ കോൺഗ്രസ്സുകാർ പൊരുതി ജയിച്ച മണ്ണിൽ സുധാകരൻ മുന്നിൽ നിന്ന് എപ്പോഴും നയിക്കും എന്ന് പറയുന്നത് നല്ലതല്ലേ? പക്ഷേ സുധാകരനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന കുരങ്ങന്മാർ, അല്ലെങ്കിൽ സുധാകരൻ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് കരുതി കുരുതി കൊടുക്കാൻ നോക്കുന്നവർ ചെയ്യിപ്പിക്കുന്ന പണിയാണിതൊക്കെ. അദ്ദേഹം ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ അരനോക്കുകൊണ്ടോ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, എൻ രാമകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ ജീവനാഡിയായിരുന്ന ഒരു നേതാവിനെ മാറ്റിയിട്ടാണ് കണ്ണൂരിൽ സുധാകരന് സീറ്റ് നൽകി വിജയിപ്പിച്ച് MLA ആക്കി, അതിനുശേഷം മന്ത്രിയാക്കിയിട്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ബഹുമാനിച്ചത്. അതിനേക്കാളും അപ്പുറത്ത് ആരും കൊതിച്ചു പോകുന്ന KPCC അധ്യക്ഷൻ എന്ന സ്ഥാനവും പാർട്ടി അദ്ദേഹത്തിന് നൽകി. അതിനപ്പുറം എന്താണ് ഒരു നേതാവിന് വേണ്ടത്? ഇപ്പോൾ MP-യുമാണ് അദ്ദേഹം. നമുക്കറിയാം, സുധാകരൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്: തൻ്റെ കുട്ടികളെ ഒരു നുള്ളുപോലും ദ്രോഹിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളത്. ആ കുട്ടികൾക്ക് അദ്ദേഹം ഇനി സീറ്റുകളെല്ലാം കൊടുക്കാൻ പോവുകയാണ്. തൻ്റെ കുട്ടികളെ ഇത്രയുമധികം ഇഷ്ടപ്പെടുന്ന നേതാവിന് ആ കുട്ടികൾ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. മറിച്ചൊരു ചിന്ത കെ സുധാകരൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കിയെല്ലാം അദ്ദേഹത്തെ നശിപ്പിക്കാൻ നടക്കുന്നവരുടെ ഭാവനകൾ മാത്രമാണ്.